ചിരിക്കല്ലേട്ടാ. നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുമോ ആരെങ്കിലും? മനസ്സിലായി, ഇതൊക്കെ ചിരിക്കാനായിട്ട് ഭഗവാനോ തിരിച്ചു വിട്ടു. ആ ബുദ്ധിക്ക് ബുദ്ധി വന്നു മോനെ. അയ്യോ വേണ്ട വേണ്ട തരാൻ നിൽക്കണ്ട. നമ്മളൊന്ന് അനക്കാൻ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും. അവൻ്റെയൊക്കെ ഗ്യാങ്ങുകളാണ് അവിടെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മളിതിനെ തൊട്ടതിന് നമുക്ക് പേരുണ്ടാവുന്നത്. നമ്മൾ കിട്ടുന്ന പുള്ളിക്കതൊന്നും പ്രശ്നമില്ലടാ. അവർക്ക് ഇത് പറഞ്ഞിട്ടുള്ളോ അവനെ? സ്റ്റാൻഡ് ഇടാൻ പറ്റ പാട് നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് പൊട്ടിയോ ഇതൊക്കെ കിട്ടൂല. അവിടെ കാശിൽ കൊടുക്കണം. വണ്ടിയുടെ പോടാ, വണ്ടിക്കട നോക്കിയാ നോക്കിയോ. കാറൊക്കെ ചേർന്ന് തന്നെ ഉണ്ട്. എപ്പ വീഴുന്ന് പറയാൻ പറ്റൂല ഈ സാധനം. എന്റെ അമ്മ ബസ്സൊക്കെ തന്നെ ഉണ്ട്. ഇവിടുത്തെ ഷോയാണ്. വണ്ടിക്കടി പോയിരുന്നാ മതി. അത് വണ്ടി വരുമ്പോ പെട്ടെന്ന് ചേട്ടാ മെമ്മറി വേണ്ട, വേഗം വീട്ടിൽ പോ. മെമ്മറി വീട്ടിൽ പോവാൻ. ഇപ്പൊ തന്നെ എനിക്ക് കമ്പ്യൂട്ടറിൽ കേട്ട് തന്നിട്ടുണ്ട്. സൂം ചെയ്യണ്ട കേട്ടോ. സുന്ദരത്തനാ നാളെ തന്നെ അവസ്ഥ. പിന്നെന്താ ഇതെന്ത് സാധിച്ചിട്ടായിരിക്കും? ആ ബ്രാൻഡിന്റെ നെയിം നോക്കിയായിരുന്നു. ചേച്ചി രക്ഷപ്പെട്ടു. അമ്മൂമ്മ രക്ഷപ്പെട്ടു. ഇവിടെ റോഡ് വന്ന് ഇടിക്കോ? പുള്ളി സൈക്കിൾ സ്റ്റാൻഡ് ഇടുമ്പോഴാണ് പ്രശ്നം. ആൾക്കാർ
പുള്ളി തണലത്ത് നിൽക്കണത്. ബാലൻസ് ചെയ്യുന്നു, അത് ബാലൻസ് ചെയ്യുന്നിട്ടാ. ആ ഇടന്ന് CD-യിലാക്കി തന്നെ കേട്ടോ. ഒരു 700 MB കാണും അത്. ഒരു CD കാണാൻ 5 മിനിറ്റ് ആയിട്ടുള്ളൂ. 5 മിനിറ്റ് ആയുള്ളൂ. കുറച്ചും കൂടി അങ്ങോട്ട് നടന്ന് നീ നമ്മള് പിന്നെ നമ്മുടെ തലയിൽ അതാണ്. ഇതിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കുന്നത് രജിസ്റ്റർ എന്ന് പറയും. പെട്ടെന്നുള്ള വണ്ടിയൊക്കെ ഒന്ന് കയറി പ്രശ്നമായില്ലേ, കാണിക്കാൻ നിൽക്കണ്ട. മറ്റുള്ളവർ ഇതേ പറയുള്ളൂ. തിരിച്ചു പോകുന്നുണ്ടോ ഇങ്ങനത്തെ ഒരു സീൻ അവിടെ കണ്ടോ? പുള്ളി പോയ പോക്കുണ്ട് അടിപൊളിയായിട്ട്. ഇവിടെ അങ്ങോട്ട് പോയ സീനേ ആളുടെ മുഖം പൊട്ടി ചോരണ്ട്. നീ മറ്റേ 2 സൈഡിൽ നിന്ന് വീണൊക്കെ എടുത്താ ഇപ്പുറത്തുനിന്ന് വീണ പിന്നെ അപ്പുറത്ത് നോച്ചിട്ട് രാത്രി ഇത് കാണാനുണ്ട്. രാത്രി നമുക്ക് കാണാനുണ്ട്. മേലെ എന്തോ പിടിച്ചു അതിങ്ങനെ കുത്തിക്കൊള്ളുമ്പോഴേ